ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. പിണറായി 3.0 ലക്ഷ്യമിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വമ്പൻ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമായി പിണറായി സർക്കാർ. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി. നിലവിൽ സഹായം കിട്ടാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും. പ്രതിവർഷം 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പും പ്രഖ്യാപിച്ചു. അങ്കണവാടി ജീവനക്കാർ, സാക്ഷരതാ പ്രേരക്, ആശാ വർക്കർമാർ എന്നിവർക്ക് 1000 രൂപ കൂടി പ്രതിമാസ ഓണറേറിയം നൽകും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസ തീരുമാനങ്ങളുണ്ട്. ഒരു ഗഡു TA കൂടി എല്ലാവർക്കും അനുവദിച്ചു. ട്രാൻസ് വുമൻ അടക്കമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് സഹായം ലഭ്യമാവുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരുന്നു ബജറ്റ് അവതരണ മാതൃകയുള്ള ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ. അതേസമയം ജനപ്രിയ ബജറ്റുകളെ തോൽപ്പിക്കുന്ന നിലയിലുള്ള ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. വാർത്തകൾ വിശദമായി. പിണറായി വിജയൻ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും തട്ടിപ്പാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു മിനി ബജറ്റ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് തങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നില്ല ഉറപ്പുണ്ടായതുകൊണ്ട് അടുത്ത സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിൽ ജനങ്ങൾ മേൽ വൻ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചതാണ്. ജനം യാതൊരുവിധ ഗൗരവവും ഇതിന് നൽകില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ആശാപ്രവർത്തകർക്കുള്ള ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരണവുമായി ആശാ വർക്കർമാർ. വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും 1000 രൂപ എത്രയോ ചെറുതാണെന്നും 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നേടിയെടുക്കുന്നവരെ സമരം തുടരുമെന്നും സമരത്തിന് രൂപം എങ്ങനെ വേണമെന്ന് നാളത്തെ യോഗത്തിൽ തീരുമാനിക്കുമെന്നും ആശാ സമരസമിതി പ്രതിനിധി മിനി പറഞ്ഞു. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി പദ്ധതി പരിശോധിക്കുമെന്നും റിപ്പോർട്ട് വരും വരെ പദ്ധതി മരവിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ധാരണാപത്രം ഒപ്പിടുന്നത് സംബന്ധിച്ചും പിന്നീട് CPയുടെ എതിർപ്പ് സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞതിൽ കൂടുതൽ വിശദീകരിക്കണം ഇല്ലെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. അവയൊന്നും മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നിലവിൽ തങ്ങൾ എത്തിച്ചേർന്ന ധാരണയിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെക്കുറിച്ചുള്ള കാതലായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറുകയോ ഇല്ലയോ എന്ന് വ്യക്തമായി പറയാൻ ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്? കരാർ ഒപ്പിടുന്നതിന് മുൻപായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കേണ്ടത്. ഒപ്പിട്ടതിന് ശേഷം എന്ത് പരിശോധനയ്ക്കാണ് ഉപസമിതിയെന്നും സതീശൻ ചോദിച്ചു. PM-ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ BJP അപലപിക്കുന്നുവെന്നും മുരളീധരൻ ചരിത്രപരമായ ഒരു മണ്ടത്തരമായിട്ട് ഇതിനെ സമൂഹം വിലയിരുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്ള വൈരാഗ്യം മൂലമാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതെന്നും രാജ്യത്ത് 95% കുട്ടികൾക്കും ലഭിക്കുന്ന അവകാശം കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കാതിരുന്നത് ശരിയാണോ എന്ന് മലയാളികൾ ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂർ സ്വദേശിയായ വീട്ടമ്മയാണ് ഇന്നലെ വൈകിട്ടോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. 77 വയസ്സായിരുന്നു ഇവർ. ഒരു മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവരുടെ രോഗബാധയുടെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല. അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ മത്സരം നടത്താനായി കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് വിട്ടുകൊടുക്കുന്നതിൻ്റെ വിമർശനവുമായി ഹൈബി ഈഡൻ MP. സ്റ്റേഡിയം നവീകരിക്കുന്നതിന് ചെലവഴിക്കുമെന്ന് പറയുന്ന 70 കോടി രൂപയുടെ എന്താണെന്ന് ഹൈബി ചോദിച്ചു. കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാൻ ബിസിനസ്സുകാരനാണെന്നും കായിക താൽപ്പര്യത്തേക്കാൾ അദ്ദേഹത്തിന് ബിസിനസ് താൽപ്പര്യമാണുള്ളതെന്നും ഹൈബി ആരോപിച്ചു. അതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് GCDA ചെയർമാൻ്റെ ഓഫീസിൽ ഫുട്ബോൾ കളിക്കാരുടെ വേഷത്തിലെത്തി പ്രതിഷേധിച്ചു. താമരശ്ശേരിയിലെ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടിനെതിരെ സമരവുമായി ബന്ധപ്പെട്ട ആക്രമണക്കേസിൽ SDPI പ്രാദേശിക നേതാവ് കസ്റ്റഡിയിൽ. കൂടത്തായി സ്വദേശി അമ്പാടൻ അൻസാറാണ് പിടിയിലായത്. കൂടത്തായിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ 351 പേർക്കെതിരെയാണ് പോലീസ് കേസിലെത്തിയിരിക്കുന്നത്. തന്ത്രി കണ്ടൂർ രാജീവരുടെ കൈവശമുണ്ടായിരുന്ന പഴയ കൊടിമരത്തിലെ ശബരിമല വാജിവാഹനം തിരിച്ചെടുക്കാനുള്ള ചുമതല തിരുവാഭരണം കമ്മീഷണർക്ക് നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്നലെ ചേർന്ന ബോർഡ് യോഗമാണ് ചുമതല തിരുവാഭരണം കമ്മീഷണർക്ക് നൽകിയത്. 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചപ്പോഴാണ് പഴയ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത്. വിവാദങ്ങളെ തുടർന്ന് വാജിവാഹനം തിരികെ വാങ്ങണമെന്ന് തന്ത്രി കണ്ഠരര് രാജീവർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു. മോന്ത തീവ്ര ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചൂടെ കേരളത്തിൽ അടുത്ത ദിവസം 5 ദിവസം ഇടത്തരം മഴയ്ക്കോ ഇടിയോടുകൂടി മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കൾക്ക് വീടോടുകൂടി വസ്തു വാങ്ങി രജിസ്റ്റർ ചെയ്യുന്നതിന് മുദ്രവില, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചോ സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന ധനസഹായം ഉപയോഗിച്ചോ വീടോടുകൂടി വസ്തു വാങ്ങുന്നവർക്കാണ് ഇളവ് അനുവദിക്കുക.
തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിക്ക് 9 വിരലുകൾ നഷ്ടമായ സംഭവത്തിൽ സ്വകാര്യ ആശുപത്രിയെ സംരക്ഷിച്ച മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. കഴക്കൂട്ടത്ത് കോസ്മെറ്റിക് ക്ലിനിക്കെതിരെ ക്രിമിനൽ കുറ്റം നിലനിൽക്കില്ലെന്നും യുവതിക്ക് സിവിൽ കേസ് നൽകുമെന്നാണ് ബോർഡിൻ്റെ റിപ്പോർട്ട്. ആശയക്കുഴപ്പമുള്ളതിനാൽ വീണ്ടും വിശദീകരണം ചോദിക്കുകയാണ് കഴക്കൂട്ടം പോലീസ്. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിൻ്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കാരങ്ങൾ വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് പെൺമകൾ നൽകിയ പുനഃപരിശോധന ഹർജിയും ഹൈക്കോടതി തള്ളി. മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യത്തിന് വിട്ടു നൽകുമെന്നായിരുന്നു ലോറൻസിൻ്റെ ആഗ്രഹമെന്നും മകൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. പെൺമക്കളുടെ ആവശ്യം നേരത്തെ സുപ്രീം കോടതിയും തള്ളിയിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ ബോർഡിൻ്റെ അനുമതി. എയർപോർട്ട് യാത്രക്കാരുടെ ചിരകാല സ്വപ്നമായ നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ പദ്ധതിയുടെ നിർമ്മാണം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ഈ മാസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചപ്പോഴാണ് ഈ സ്റ്റേഷന് വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തിരുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ആറാട്ട് പ്രമാണിച്ച് തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശേഷം അവധിയായിരിക്കും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ നടയിൽ നിന്നാണ് ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കുക. പുതുക്കിയ വിമാന ഷെഡ്യൂളുകളും പുതുക്കിയ സമയക്രമവും അറിയിക്കാൻ യാത്രക്കാർ അവരുടെ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. മണ്ണൂത്തി ദേശീയപാതയിലെ 70 ലക്ഷത്തിൻ്റെ കവർച്ചയിൽ 2 പേർ പിടിയിലായത് അങ്കമാലി സ്വദേശികളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് UDF വെൽഫെയർ പാർട്ടി ധാരണയില്ല. അങ്കമാലി MLA ASC സെക്രട്ടറിയുമായ റോജി M. ജോൺ വിവാദനായി. കാലടി മാണിക്യമംഗലം പുളിയേപ്പടി കോലഞ്ചേരി വീട്ടിൽ പൗലൂസിൻ്റെയും ലിസിയുടെ മകൾ ലിപ്സിയാണ് വധു. ഇന്നലെ അങ്കമാലി സെയിൻറ്റ് ജോർജ് ബസിലിക്കയിലായിരുന്നു വിവാഹം. സ്വകാര്യ ബസ്സിൽ യാത്രക്കാരിയെ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തു. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന A1 ട്രാവൽസ് എന്ന ബസ്സിലെ ജീവനക്കാരൻ കോഴിക്കോട് ചിലൂർ സ്വദേശി രജീഷിനെയാണ് കസബ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 26-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അച്ഛനും അമ്മയും 6 വർഷം മുമ്പ് നിയമപരമായ വിവാഹബന്ധം ഏർപ്പെടുത്തിയ ശേഷം അച്ഛനോടൊപ്പം താമസിക്കുന്ന 12 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട വനിതാ പോലീസ് ആണ് അഴൂർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. TVK ജനറൽ ബോഡി വിളിച്ച് വിജയ് അടുത്ത മാസം 5-ന് മഹാബലിപുരത്താണ് യോഗം കൂടുക. അടുത്ത ചുവട് കരുതലോടെയും ആലോചിച്ച് വേണമെന്നാണ് വിജയുടെ നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടിന് വേണ്ടി എന്തും ചെയ്യാനും തയ്യാറാകുമെന്ന് വിമർശനവുമായി രാഹുൽ ഗാന്ധി. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബീഹാറിലെ ജനങ്ങളെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അവമാനിച്ചെന്ന് BJP. നടൻ ഗുണ്ടയെപ്പോലെയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതെന്ന് BJP നേതാവ് പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. ആമസോൺ ആഗോളതലത്തിൽ നടത്തുന്ന കൂട്ട പിരിച്ചുവിടലിൻ്റെ ഭാഗമായി ആമസോൺ ഇന്ത്യയിലെ 900 മുതൽ 1200 വരെ ജീവനക്കാർക്ക് ജോലി നഷ്ടമാകുമെന്ന് റിപ്പോർട്ടുകൾ. അഫ്ഗാൻ മണ്ണിൽ ഡ്രോൺ ആക്രമണം നടത്താൻ ഒരു വിദേശ രാജ്യവുമായി കരാറുണ്ടെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തൻ്റെ ഭീഷണി കാരണം നിർത്തിയെന്ന അവകാശവാദവുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ചൈന അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ കോർ കമാൻഡർ തല ചർച്ചയിൽ ധാരണയായി. ഈ മാസം 20-ന് ചുഷൽ മോൾഡോ അതിർത്തി കൂടിക്കാഴ്ച പോയിന്റിൽ നടന്ന യോഗത്തിൽ നിലവിലെ സാഹചര്യം വിലയിരുത്തിയെന്നും സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ധാരണയായത്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസ്ഹർ സംഘടനയുടെ പുതിയ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മൊഅനാത്ത് പ്രഖ്യാപിച്ചു. ജെയ്ഷിൻ്റെ ശത്രുക്കൾ ഹിന്ദു സ്ത്രീകളെ സൈന്യത്തിൽ എത്തിച്ചെന്നും വനിതാ മാധ്യമപ്രവർത്തകരെ തങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നുവെന്നാണ് മസൂദ് അസ്ഹറിൻ്റെ ആരോപണം. പാകിസ്ഥാനികളിൽ തെഹ്രീക്ക് താലിബാൻ്റെ ആക്രമണത്തിൽ ആർമി ക്യാപ്റ്റനടക്കം 7 സൈനികർ കൂടി കൊല്ലപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.